സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ണിന് ഇരുട്ട് കയറുന്ന പോലെ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. കീർത്തി, കീർത്തി കണ്ണൂർക്ക്. കീർത്തി, ഇതെന്താ പറ്റി? കീർത്തി, 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 എന്താ പറ്റിയേ? കീർത്തി, നമ്മുടെ മോളുടെ ഒരു വിവരവും ഇല്ലല്ലോ സരസ്വതി. നമുക്ക് അവളുടെ അടുത്ത് ചെന്ന് ഒരു സർപ്രൈസ് കൊടുത്താലോ? ഞാനും ഉണ്ട്. ഏതായാലും അവളോട് കാര്യമായിട്ടൊന്ന് സംസാരിക്കണം. എന്താ അമ്മേ, ഇന്നലെ ചിന്നുവിന്റെ പിറന്നാളിന് നമ്മളെ ക്ഷണിച്ചില്ല. അതുകൊണ്ട് അവൾക്കിട്ട് 2 വഴക്ക് കൊടുക്കണം. അതല്ലേ അമ്മയുടെ മനസ്സിൽ? ഏയ്, ചിന്നുവിന്റെ കാര്യം സംസാരിക്കണം അവളോട്. മനുഷ്യപ്പറ്റും സ്നേഹമൊക്കെ വേണം, പക്ഷേ ഇത് ശരിയാവില്ല. എത്ര കാലം ഇങ്ങനെ പോവും? സത്യം തുറന്നു പറയണം. അവരെന്തെങ്കിലും ചെയ്യട്ടെ. കുഞ്ഞിനു വേണ്ടി കീർത്തിയും രാഹുലും അവരുടെ ജീവിതം തൊലയ്ക്കേണ്ട കാര്യമില്ല. ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കാതിരുന്നിട്ടൊന്നുമില്ല. അവരെന്തെങ്കിലും കണ്ടു കാണും. നമ്മളായിട്ട് അതിൽ കയറി ഇടപെടണ്ട. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? ഇടപെട്ടേ പറ്റൂ. നമ്മളല്ലാതെ മറ്റാരാ അവരെ ഉപദേശിക്കുകയും തിരുത്തുകയൊക്കെ ചെയ്യുന്നത്? വേണ്ടി വന്നാ ഞാൻ കുട്ടിയോട് പറയും നിന്റെ അമ്മ സ്വപ്നയാണെന്ന്. അതോടെ എല്ലാം തീരും. പിന്നെ കീർത്തി ഈ വീട്ടിലേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? ദേ, അമ്മ വേണ്ടാത്ത പണിയൊന്നും കാണിക്കരുത്. അവളാണോ? ഏയ്, ഹലോ സരസ്വതി, കലാവതിയാണ് സംസാരിക്കുന്നത്. ഞാനൊരു വിവരം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്താ കലാവതി? കീർത്തി JK ഹോസ്പിറ്റലിലാണുള്ളത്. എന്തു പറ്റി? ടെൻഷൻ അടിക്കാനൊന്നുമില്ല. എന്താ പറ്റിയത് എന്റെ കുട്ടിക്ക്? അറിയില്ല. ഇന്നലെ രാത്രിയാണ് അസ്വസ്ഥതയുണ്ടായത്. രാഹുലിനോട് അവളത് പറയുകയും ചെയ്തു. പെട്ടെന്ന് ബോധം അറിഞ്ഞു. എന്താ? അയ്യോ, എന്റെ മോള്. എന്താ പറ്റിയ? വിഷമിക്കാതിരിക്കൂ. അങ്ങനെ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാഹുലെ വിളിച്ച് പറയില്ലേ. അവനും അച്ഛനും ഹോസ്പിറ്റലുണ്ട്. പ്രശ്നമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്താ അമ്മേ, കീർത്തിക്ക് സുഖമില്ല. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോണം. എന്താ സരസ്വതി, എന്താ പറ്റിയേ? പെട്ടെന്ന് ബോധം അറിഞ്ഞു എന്നാ പറയണേ. അയ്യോ എന്റെ ഈശ്വര, എന്റെ കുട്ടിക്ക് എന്താ പറ്റിയേ? എന്താണ് പറ്റിയത് മോനെ? പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താണ് കാരണം? അറിയില്ല മുത്തച്ഛ. നേരത്തെ ചില അസ്വസ്ഥതയുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഫുഡ് അധികം കഴിച്ചിട്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കീർത്തി കളിയാക്കി. മുറിയിലേക്ക് എത്തിയപ്പോ കീർത്തി ബോധം കെട്ട് വീഴുകയായിരുന്നു. എന്താ എന്റെ കീർത്തിക്ക് പറ്റിയത്? മോനെ, ഡോക്ടർ, എങ്ങനെയുണ്ട് കീർത്തിക്ക്? കീർത്തിക്ക് ബോധം വന്നിട്ടുണ്ട്. ശാരീരികമായി മറ്റവശതകളൊന്നും ഇപ്പൊ ഇല്ല. സമാധാനായി. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഡോക്ടർ ഞങ്ങള്. ഡോക്ടർ, ഞാൻ കീർത്തി ഒന്ന് കണ്ടോട്ടെ? കാണാലോ, ഒരു പ്രശ്നവുമില്ല. രാഹുൽ. എന്താ ഡോക്ടർ? രാഹുൽ, ചില കാര്യങ്ങൾ പേഷ്യന്റിനോടോ ബന്ധുക്കളോടോ ധൈര്യപൂർവ്വം അവതരിപ്പിക്കാൻ ഡോക്ടർമാർക്ക് കഴിയാറില്ല. പ്രത്യേകിച്ച് പരിചയമുള്ളവരോട്. എന്താ ഡോക്ടർ, കീർത്തിക്ക് എന്തെങ്കിലും കുഴപ്പം? കീർത്തിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ബോധം വന്നു, ശാരീരികമായി മറ്റ് അവശതകളൊന്നും ഇല്ലെന്നല്ലേ ഡോക്ടർ ഇപ്പൊ പറഞ്ഞത്? അതെ,
പക്ഷേ സീരിയസ് ആയ മറ്റൊരു പ്രശ്നം കീർത്തിക്കുണ്ട്. ഡോക്ടർ, കീർത്തിയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഡോക്ടർ, ഒക്കെ ഉൾക്കൊള്ളണം, വേണ്ടത് ചെയ്യണം. അല്ലാതെ കരഞ്ഞു നിലവിളിച്ച് കീർത്തിയെ കൂടുതൽ വിഷമങ്ങളിലേക്ക് തള്ളിയിടരുത്. ധൈര്യം കൊടുക്കണം കീർത്തിക്ക്, പ്രതീക്ഷ കൊടുക്കണം. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഡോക്ടർ. കീർത്തിക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതിന് മാത്രമൊന്നും ഉണ്ടായിട്ടില്ല. വിശ്വസിച്ചേ തീരൂ. ഇതെങ്ങനെ സംഭവിച്ചു ഡോക്ടർ? എന്താണ് എന്റെ കുട്ടിക്ക് പറ്റിയത്? എല്ലാ ടെസ്റ്റുകളും നടത്തി പോയിസൺ അകത്ത് ചെന്നിട്ടുണ്ട്. അതാണ് കാരണം. പോയിസൺ അകത്ത് നിന്നോ? ഞാൻ കീർത്തിയുമായിട്ട് സംസാരിച്ചു. അവര് അറിഞ്ഞോണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല. ഭക്ഷണത്തിലൂടെ അറിയാതെ അകത്ത് ചെന്നതാവാം. അത് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ, എന്റെ കീർത്തിയുടെ കാഴ്ച തിരിച്ചു കിട്ടില്ല. എന്താണെങ്കിലും ചെയ്യും. എത്ര ക്യാഷ് വേണമെങ്കിലും ചെലവാക്കാൻ ഞാൻ. കീർത്തിയുടെ കാഴ്ച തിരികെ കിട്ടില്ലേ ഡോക്ടർ? അതിനു വേണ്ട ചികിത്സ നിങ്ങൾക്ക് നൽകാൻ കഴിയില്ലേ? നോക്കാം, എങ്കിലും ഉറപ്പു പറയാൻ കഴിയില്ല. കീർത്തിയോട് ഇങ്ങനെ പറയരുത്. പ്രതീക്ഷ നൽകണം കീർത്തിക്ക്. ഇരുട്ടുമായും കാഴ്ച കിട്ടുമെന്ന് പറയണം. മാനസികമായി തളർന്നു പോകരുതവര്. ഗുളിക കഴിക്കും. കഴിച്ചോളൂ. രാഹുൽ എവിടെ? പുറത്തുണ്ട്. വരൂ, കീർത്തി കടന്നോളൂ. കീർത്തി, മോളെ. മുത്തശ്ശ, എനിക്ക് രാഹുലിനെ കാണാൻ പറ്റുന്നില്ല. മുത്തശ്ശനെയും കാണാൻ പറ്റുന്നില്ല. മോളെ, ഈശ്വര, എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എന്തിനാ ഞാനിനി ജീവിക്കുന്നത്? ഈശ്വര. അങ്ങനെയൊന്നും പറയരുത് മോളെ. ഇങ്ങനെ ജീവിക്കേണ്ടി വരില്ല എന്റെ മോൾക്ക്. എനിക്ക് ഉറപ്പുണ്ട്, എല്ലാം ശരിയാവും മോളെ. മോളുടെ കണ്ണിന്റെ കാഴ്ച തിരികെ കിട്ടും. ഇവിടെ കൊണ്ട് എല്ലാം അവസാനിച്ചു എന്നൊന്നും കരുതല്ലേ കീർത്തി. അങ്ങനെ നിന്നെ കാണാൻ കഴിയും എനിക്ക്. എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും നിന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും ഞാൻ. എങ്ങനെ? എല്ലാം തീർന്നു രാഹുൽ.
ഈശ്വര. ഡോക്ടർ നോക്കാന്ന് പറഞ്ഞിട്ടില്ലേ മോളെ? പിന്നെ എന്തിനാ മോളെ ഈ പേടി? ദൈവം നിന്നെ ഇരുട്ടിലാക്കില്ല. ഡോക്ടർ ആശ്വസിപ്പിക്കാനായിട്ട് പറയുന്നല്ലേ മുത്തശ്ശ. ഇനി എന്റെ ലോകം ഇരുട്ടാ. രാഹുലിനെ കാണാതെ ഞാനിനി എങ്ങനെ ജീവിക്കും? എന്തിനു ജീവിക്കണം? ഈശ്വര. ഈശ്വര. ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത്? നിങ്ങളെ കാണാൻ പറ്റാതെ ഞാനിനി എന്തിനാ ജീവിക്കുന്നത്? മോളൊന്നും കഴിച്ചില്ലല്ലോ. എന്തു പറ്റി ചിന്നുമോളെ? മോള് വാ, അമ്മമ്മ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു തരാം. എനിക്ക് വേണ്ട. എന്താ കീർത്തി ആന്റിയും രാഹുൽ അങ്കിളും വരാത്തത്? അവര് ഹോസ്പിറ്റലിൽ പോയതല്ലേ മോളെ, അവര് വരും. മോള് വിഷമിക്കാതിരിക്കും. എന്താ കീർത്തി ആന്റിക്ക് പറ്റിയത്? പറയമ്മമ്മേ, എന്താ പറ്റിയത്? അറിയില്ല മോളെ, എന്താ പറ്റിയെന്ന് ആർക്കും അറിയില്ല. റോഷൻ, നീ ഒന്ന് രാഹുലിനെ വിളിക്ക്. ഞാൻ വിളിച്ചതാ, എന്തോ അവൻ ഫോൺ എടുക്കുന്നില്ല. എന്തു പറ്റിയോ ആവോ? മുത്തശ്ശ, എങ്ങനെയുണ്ട് കീർത്തിക്ക്? എന്താ അച്ഛാ, എന്താ കീർത്തിക്ക് പറ്റിയത്? കീർത്തിക്കിപ്പോ ഒന്നും കാണാൻ കഴിയുന്നില്ല കലാവതി. അവളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഈശ്വര. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല കലാവതി. മുത്തശ്ശ, എന്താ മുത്തശ്ശ പറയുന്നത്? കാഴ്ച നഷ്ടപ്പെട്ടെന്നോ? എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചേ? എന്താ മുത്തശ്ശ, കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പറ. കീർത്തിയുടെ ശരീരത്തിൽ വിഷാംശമുണ്ട്. ഭക്ഷണത്തിലൂടെയോ മറ്റോ കലർന്നതാവാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തൊക്കെയാ മുത്തശ്ശി പറയുന്നത്? എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ കീർത്തി, എന്തൊരു വിധിയാണിത്. എല്ലാവരും സ്നേഹിച്ചിട്ടേ ഉള്ളൂ ആ പാവം. അവൾക്ക് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ. ഭക്ഷണത്തിൽ നിന്ന് വിഷം കലർന്നു എന്ന് പറഞ്ഞ എല്ലാവരും കഴിച്ച ഭക്ഷണമല്ലേ ഇന്നലെ കീർത്തിയും കഴിച്ചു? അവക്ക് മാത്രമായിട്ട് ഇതെങ്ങനെ പറ്റി? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. എന്തൊരു കഷ്ടം ഇത്. എത്രമാത്രം സന്തോഷത്തിലായിരുന്നു രാഹുലും കീർത്തിയും അല്ലേ? ഒക്കെ ഇല്ലാതായി. രണ്ടുപേരുടെയും ജീവിതം തീർന്നില്ലേ? എന്റെ മോൻ ഇതെങ്ങനെ സഹിക്കും? മുത്തശ്ശ, ഇനി കീർത്തി ആന്റിക്ക് ചിന്നുവിനെ കാണാൻ കഴിയില്ലേ? കാഴ്ച തിരികെ കിട്ടില്ലേ മുത്തശ്ശ? എന്താ മുത്തശ്ശ ഡോക്ടർ പറഞ്ഞത്? നോക്കാന്ന് പറഞ്ഞു. ഉറപ്പിച്ചൊന്നും പറഞ്ഞില്ല മോനെ.
കഷ്ടമായി പോയല്ലോ, പാവം. മുത്തശ്ശ, എനിക്ക് കീർത്തി ആന്റീനെ കാണണം. ചിനുവിനോട് പറഞ്ഞോ കീർത്തി ആന്റിക്ക് ഇനി ഒരിക്കലും അവളെ കാണാൻ കഴിയില്ല എന്ന്? എന്റെ അമ്മയും മുത്തശ്ശിയും ഒന്നും അറിയിക്കണ്ട. ഈ അവസ്ഥയിൽ എന്നെ അവർ കാണണ്ട. ഇങ്ങനെ സഹിക്കും എന്റെ അമ്മ. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു രാഹുൽ അല്ലേ? ഒക്കെ അവസാനിച്ചു. ഇനി ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയാവും. ഇങ്ങനെ ജീവിക്കണോ രാഹുൽ? എന്റെ കീർത്തി തന്നെയാണ് ഇത് പറയുന്നത്. എല്ലാത്തിനെയും ശങ്കറപ്പോടെ ധൈര്യത്തോടെ നേരിടുന്ന എന്റെ കീർത്തിയാണോ ഇത്? എന്റെ ധൈര്യം ചോർന്നു പോയി രാഹുൽ. എനിക്കിപ്പോ ചുറ്റും ഇരുട്ടാ. എന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഒരു ബാധ്യതയായി ഞാൻ. ഇനി നീ അങ്ങനെ പറയരുത്. നീ രാഹുലിനൊരു ബാധ്യതയാണോ? നോക്കാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷിക്കാം, നമുക്ക് കാത്തിരിക്കാം. ജീവിതം ഇവിടെ അവസാനിച്ചെന്ന പോലെ നീ സംസാരിക്കരുത്. എനിക്കത് താങ്ങാൻ പറ്റുന്നതിലപ്പുറത്താണ് കീർത്തി. ഇല്ലെങ്കിൽ പിന്നെ രാഹുലുണ്ടോ? നോക്കാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് ഒരാശ്വാസമാക്ക് മാത്രമല്ലേ രാഹുൽ? അങ്ങനെയെങ്കിൽ നിനക്ക് കാണാൻ എന്റെ കണ്ണല്ലേ കീർത്തി? നീ ഇരുട്ടിലും വെളിച്ചത്തിലും ജീവിക്കോ? എന്റെ കണ്ണ് നിനക്കായി തെരഞ്ഞ രാഹുൽ. എന്തൊക്കെ നേരിട്ട് നമ്മള് വിവാഹത്തിന് മുമ്പും ശേഷവും. എന്നിട്ടും തോറ്റോ നമ്മള്? ഏട്ടന്റെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ വളർത്തുക നമ്മള്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മളെ ദൈവം സംരക്ഷിക്കൂടോ? ദൈവം നമ്മളെ കൈവിടില്ല. എനിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ച ഡോക്ടർ എന്നോടൊന്നും പറഞ്ഞില്ല രാഹുൽ. താൻ കഴിച്ച ഫുഡില് വിഷത്തിന്റെ അംശം എന്തോ കലർന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് എങ്ങനെ സംഭവിച്ചു? വിഷം കലരാനോ? ഇത് മറ്റെന്തോ കാരണം കൊണ്ട് സംഭവിച്ചതാ. ഓക്കെ, ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഡോക്ടർ പറഞ്ഞത്. അത് ആശ്വസിക്കേണ്ട കാര്യമില്ല. വീട്ടില് മറ്റെല്ലാവരും കഴിച്ച ഭക്ഷണം മാത്രമേ ഞാനും കഴിച്ചിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാ എനിക്ക് മാത്രം ഇത് സംഭവിച്ചത്? അതാ ഞാനും ആലോചിച്ച. എന്റെ ഫുഡിന് മാത്രം വിഷം കലർത്തി എന്നെ ആരെങ്കിലും ചതിച്ചതായിരിക്കോ? അല്ലാതെ ഇങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. ആരായിരിക്കും അത് ചെയ്തേ?
അവിടെ സംശയിക്കാൻ ഒരാളേ ഉള്ളൂ, അനുപമ ടീച്ചർ. ഞാൻ ഈ സ്ഥിതിയിലായ കുഞ്ഞൊറ്റപ്പെടും. കുഞ്ഞിലൂടെ സത്യം അറിയാൻ കഴിയുമെന്ന് ചിന്തിച്ച് കാണും. അല്ലെങ്കിൽ ഞാൻ ചിലങ്ക ഡാൻസ് ഫെസ്റ്റില് പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. അത് എനിക്ക് ഉയരങ്ങളിലേക്കുള്ള ചവിട്ടുപിടിയാന്ന് അനുപമ ടീച്ചറിന് അറിയാം. എന്റെ ഭാവി ഇല്ലാതാക്കാൻ അതിനായി ചെയ്തതായിരിക്കണോ ഇത്? അതാവാൻ കാരണം ഡാൻസ് ഫെസ്റ്റിവലിൽ നീ പങ്കെടുക്കട്ടെ എന്ന് അവരാദ്യം പറഞ്ഞത്. മുഴുവൻ മനസ്സോടെയല്ല, എന്തോ മനസ്സിൽ വെച്ചോണ്ടാ പറഞ്ഞെന്നും നീ ഡാൻസ് ചെയ്യുന്ന മുടക്കാൻ ശ്രമിക്കുമെന്നും നമുക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നല്ലോ. അതെ, ഇതവര് ചെയ്തത് തന്നെയാ. പക്ഷെ തെളിവില്ല രാഹുൽ. അവരെ കുറ്റപ്പെടുത്തിയ എപ്പോഴും സംഭവിക്കാറുള്ളത് പോലെ നമ്മൾ ഒറ്റപ്പെടും. ആരും വിശ്വസിക്കില്ല. തെളിവ് ആർക്ക് വേണം? തെളിവ് അവര് തകർത്തളഞ്ഞത് നമ്മുടെ ജീവിതം. മോളെ, എന്താ നിനക്ക് പറ്റിയത്? എന്താ അമ്മ? മോളെ, അമ്മ